ഹലോ ഗായ്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോ അഹെഡിലെ എപ്പിസോഡ് 2 ആണ്. കഴിഞ്ഞ ഭാഗത്തിൽ കാണിച്ചുകൊണ്ടിരുന്നത് ജിജിയാൻ്റെ അച്ഛനും ജിജിയാനും സീഷയും സീഷയുടെ അമ്മയും കൂടി ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ ജിജിയാനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇനി വേറെ ആരെങ്കിലും കടിച്ചോ? ഇനി കംപ്ലൈൻറ്റ് പറയാൻ വന്നതാണോ എന്ന് ജിജിയാൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അല്ല അച്ഛ, ഞാൻ ഇനി ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ പോയി നോക്ക്, അതാരാ ബെല്ലടിക്കുന്നതെന്ന്. അച്ഛൻ പോയി ഡോറ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ലിങ് മെഡിസിനുമായി അവരുടെ ഡോറിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അച്ഛൻ്റെ കയ്യിൽ ആ മെഡിസിൻ കൊടുത്തിട്ട് ലിങ് അവിടെ നിന്ന് ഒന്നും പറയാതെ ഓടിപ്പോകുന്നു. അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതാർക്കാ, ഇതെന്തിനാ എന്നെല്ലാം. ഇതെല്ലാം കേട്ടിട്ടും ലിങ് ഒരു മറുപടിയും പറയാതെ അവിടെ നിന്ന് പോയിരുന്നു. ലിങ് വീട്ടിൽ വന്നതിനു ശേഷം ലിങ് നൂഡിൽസ് എല്ലാം ഒറ്റക്കുണ്ടാക്കി കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ എണീച്ച് വരുന്നത്. അമ്മ ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ ഒറ്റക്കാണോ ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയത്? നിന്റെ അച്ഛനൊന്നും ഉണ്ടാക്കി തന്നില്ലേ എന്നെല്ലാം അമ്മ ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലിങ് മറുപടിയായി പറയുന്നുണ്ട്, ഇല്ല, അച്ഛന് ജോലി തിരക്ക് കാരണം അച്ഛൻ പോയി എന്ന് പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ആദ്യവും നിന്റെ അച്ഛന് നിന്നെയും നിന്റെ അനുജത്തിയെയും നോക്കാൻ ഒട്ടും സമയമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. അവരെ നോക്കാനൊന്നും നിന്റെ അച്ഛന് കഴിയുന്നില്ല. അപ്പോഴാണ് അവർക്ക് കോളിംഗ് ബെൽ അടിക്കുന്നത്. അമ്മ വന്ന് തുറന്നു നോക്കിയപ്പോൾ ആ ഗ്രാമത്തിലുള്ള തന്നെ 2 സ്ത്രീകളാണ് അവരുടെ വീട്ടിന് മുന്നിൽ. അവർ ഫ്രൂട്ട്സ് എല്ലാം കൊടുത്തു. അമ്മ അതെല്ലാം വാങ്ങി വെച്ച് അവരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് അവിടെ ഇരിക്കാനും പറയുന്നുണ്ട്. അവർ ലിങ്ങിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ലിങ്ങിന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? അവൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണല്ലോ ഉണ്ടാക്കി കഴിക്കുന്നത് എന്നെല്ലാം അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് തലവേദന കാരണം ഞാൻ എണീക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവർ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കാണല്ലോ. വഴക്കെല്ലാം ഉണ്ടാകുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ മതി. നിങ്ങളുടെ മകൻ ചെറുതല്ലേ, അവൻ വലുപ്പം വെച്ച് വരുമ്പോൾ ഇതെല്ലാം കണ്ടുവരുമ്പോൾ അവൻക്ക് ഒരുപാട് സങ്കടങ്ങളെല്ലാം ഉണ്ടാകും. ഇതെല്ലാമാണ് അവർ അമ്മയോട് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ ഇന്നലെ ജിജിയാൻ്റെ നൂഡിൽസ് കരയിൽ വെച്ച് കണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഭക്ഷണങ്ങളെല്ലാം കഴിച്ചത് എന്നെല്ലാം ആ സ്ത്രീകൾ പറഞ്ഞ് ആ സ്ത്രീ മിണ്ടാണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് ലിങ്ങിൻ്റെ അമ്മ ചോദിക്കുന്നത്, അദ്ദേഹം ഇവിടുത്തെ വഴക്കിനെ പറ്റി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ? അപ്പോൾ ആ 2 സ്ത്രീകൾ പറയുന്നുണ്ട്, ഇല്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കരുത്. അവർ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ ലിങ് പുറത്തു വന്നിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്നു. അപ്പോഴാണ് ജിജിയാൻ കുറച്ച് ഭക്ഷണവുമായി ലിങ്ങിൻ്റെ അടുത്ത് ചെന്ന് പോകുന്നത്. എന്നിട്ട് ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണോ? എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണെന്നെല്ലാം ലിങ്ങിനോട് ജിജിയാൻ പറയുന്നുണ്ട്. ഭക്ഷണമെല്ലാം കണ്ടിട്ട് ലിങ്ങിന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും ജിജിയാനോട് ലിങ് ഒന്നും മിണ്ടാതെ ഇരിക്കുക തന്നെയാണ്. ജിജിയാൻ പിന്നെയും നീ കഴിക്കി എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം അച്ഛൻ നോക്കിയിരിക്കുന്നുണ്ട്. കാരണം അച്ഛൻ ലിങ്ങിന് കൊടുത്തയച്ച ഫുഡായിരുന്നു ഇത്. അന്ന് രാത്രി ലിങ്ങിൻ്റെ അച്ഛൻ വീട്ടിൽ വന്നു നോക്കുമ്പോൾ ലിങ്ങിൻ്റെ അമ്മ ബിയർ ബോട്ടിലൊക്കെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ലിങ്ങിൻ്റെ അമ്മ ലിങ്ങിനോട് പുറത്തേക്ക് പോകാനും പറയുന്നുണ്ട്. ലിങ്ങിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ലിങ് പുറത്തു പോകുന്നത്, എന്താ കാരണം എന്നെല്ലാം ചോദിക്കുമ്പോഴും ലിങ്ങിൻ്റെ അമ്മ പുറത്തേക്ക് പോകാൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ലിങ് പുറത്തു പോയി. അപ്പോഴാണ് ലിങ്ങിൻ്റെ അമ്മ ലിങ്ങിൻ്റെ അച്ഛനോട് പറയുന്നത്, നിങ്ങൾ ഇന്നലെ നൂഡിൽസ് കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ആ 2 സ്ത്രീകളെ കണ്ടിരുന്നില്ലേ? ആ സ്ത്രീകളോട് ഇവിടെ നടക്കുന്ന വഴക്കിനെ പറ്റിയെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ടും അമ്മ വീണ്ടും അച്ഛനോട് വഴക്കുണ്ടാക്കുകയാണ്. എൻ്റെ മകൾ മരിക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങളും ലിങ്ങും തന്നെയാണ്. ലിങ്ങിൻ്റെ അശ്രദ്ധ കാരണമാണ്, ലിങ്ങാണ് അവൾക്ക് വാൾനട്ടെല്ലാം കൊടുത്തത് എന്നെല്ലാം പറഞ്ഞ് അവിടെ നല്ല പ്രശ്നങ്ങളാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് സങ്കടപ്പെട്ട് ലിങ് അവിടെ പുറത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം കൊണ്ടുകൊണ്ട് ജിജിയാനും ജിജിയാൻ്റെ അച്ഛനും അവിടെ നിൽക്കുന്നത്. എന്നിട്ട് ജിജിയാൻ ലിങ്ങിനെ പോയി അവരെ വീട്ടിലേക്ക്
വിളിക്കുന്നുണ്ട്. അങ്ങനെ ലിങ് അവിടെ ചെന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. വീട്ടിലെ വഴക്ക് കാരണം ഇന്നവിടെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പാവം ലിങ് ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. അങ്ങനെ ജിജിയാൻ്റെ അച്ഛൻ കൊടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ലിങ് കഴിച്ച് അവർ റൂമിലേക്ക് പോയപ്പോഴാണ് ജിജിയാൻ ലിങ്ങിന് ഒരു ഫോട്ടോ നൽകുന്നത്. ലിങ് ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, നിന്റെ അമ്മ വേസ്റ്റ് ബിന്നിലിടുമ്പോൾ ഞാനത് നിന്റെ അമ്മ കാണാതെ എടുത്ത് ഒട്ടിച്ചതാണെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ജിജിയാൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ലിങ്ങിന് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് ലിങ്ങിനോട് പറയുന്നുണ്ട്, എനിക്ക് സങ്കടം വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെ വന്ന് ആരും കാണാതെ ഈ ഫോട്ടോ എടുത്തു നോക്കും. ഞാൻ ഈ ഫോട്ടോ എടുത്തു നോക്കുന്നത് എൻ്റെ അച്ഛൻ വരെ കാണില്ല. അപ്പോൾ ലിങ് ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, ഞാൻ അത് നോക്കുന്നത് കണ്ടാൽ എൻ്റെ അച്ഛന് വിഷമമാകും, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പിറ്റേന്ന് രാവിലെ ജിജിയാൻ വിളിക്കാൻ വന്നപ്പോഴും ലിങ് ഒരു മടിയും കൂടാതെ ജിജിയാൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ജിജിയാൻ വിളിക്കുന്നതനുസരിച്ച് ലിങ് അവൻ്റെ കൂടെ പോവുകയാണ്. പിന്നെ ജിജിയാൻ്റെ വീട്ടിൻ്റെ മുമ്പിലായി ലിങ് വന്നിരിക്കും. ജിജിയാൻ വിളിച്ചു കൊണ്ടുപോകും. ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും മേലത്തെ വഴക്ക് കാരണം അവർക്ക് താഴെ ഇരുന്ന് സമാധാനമായി ഭക്ഷണം വരെ കഴിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം ലിങ് അവിടെ നിന്ന് അറിയുകയാണ്. അപ്പോഴാണ് ജിജിയാൻ്റെ അച്ഛന് ഒരു കോൾ വരുന്നത്. അത് സീഷോയുടെ അമ്മയായിരുന്നു. സീഷോയുടെ അമ്മ പറയുന്നുണ്ട്, ഞാനൊരു ജോലി ആവശ്യത്തിനായി പുറത്തേക്ക് പോവുകയാണ്. എൻ്റെ മകനെ നിങ്ങൾ നോക്കിക്കൊള്ളൂ. എനിക്ക് കുറച്ച് പണം തരണം. ഞാൻ എൻ്റെ സാലറി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഇതെല്ലാം പറഞ്ഞിട്ട് സീഷോയുടെ അമ്മ കോള് കട്ട് ചെയ്യുകയാണ്. അച്ഛൻ സീഷോയെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം കിച്ചൺ, റൂം, ബാത്റൂം എന്നിങ്ങനെയെല്ലാം സീഷോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഒരു റൂം കാണിച്ചു തരാം. അതായിരിക്കും ഇനി മുതൽ നിൻ്റെ റൂം. നിനക്ക് ഞാൻ അവിടേക്ക് പുതിയ ബെഡ് എല്ലാം വാങ്ങിത്തരാം എന്നെല്ലാം അച്ഛൻ സീഷോയോട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം സീഷോ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെയും സീഷോ ഇത് തന്നെ ചോദിക്കുന്നത് കാരണം ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ നിൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. കാരണം എനിക്ക് അച്ഛനില്ല. നിങ്ങളെ എൻ്റെ അമ്മ വിവാഹം കഴിച്ചാൽ എനിക്ക് ഒരച്ഛനെ കിട്ടുമല്ലോ, അതിനാണെന്ന് സീഷോ അച്ഛനോട് പറയുമ്പോൾ അച്ഛന് വളരെ സങ്കടമാവുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇനി മുതൽ എൻ്റെ മകനാണ്. നീ എന്നെ അച്ഛാ തന്നെ വിളിച്ചാലെന്ന് മതി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷമാണ് ജിജിയാൻ അവിടേക്ക് വരുന്നത്. ജിജിയാൻ സീഷോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വന്നത്? എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ല എന്നെല്ലാം ജിജിയാൻ സീഷോയോട് പറയുന്നുണ്ട്. സീഷോയിനെ ഉപദ്രവിക്കാനും നോക്കുന്നുണ്ട്. അങ്ങനെ സീഷോയുടെ കയ്യിൽ ജിജിയാൻ കടിക്കുകയാണ്. ലിങ്ങിൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും വഴക്കാണ്. ഇതെല്ലാം കാരണം അമ്മ അവർക്ക് ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുക്കാറില്ല. ാണെങ്കിൽ സീഷോയുടെ ലഗേജ് എല്ലാം എടുത്ത് പുറത്തേക്കിടുകയാണ്. അതേ സ്പീഡിൽ സീഷോ വന്ന് അതെല്ലാം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴും ജിജിയാനും സീഷോയുടെ ലഗേജ് എടുത്ത് പുറത്തേക്കെറിയുമ്പോൾ സീഷോ വന്ന് അതെല്ലാം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ അവർ 3 പേരും കൂടി TV കണ്ട് വാട്ടർമെലനെല്ലാം കഴിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ജിജിയാനും സീഷോയും കളിക്കുകയാണ്. ജിജിയാൻ എന്നിട്ട് പിണക്കമെല്ലാം മറന്ന് സീഷോയുടെ കൂടെ ഫ്രണ്ട്സ് ആവുകയാണ്. എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ സീഷോ അവൻ്റെ ചിക്കൻ പീസെല്ലാം എടുത്ത് ജിജിയാന് കൊടുക്കുന്നുണ്ട്. ജിജിയാൻ അത് സന്തോഷമായി കഴിക്കുന്നുമുണ്ട്. ജിജിയാൻ അവളുടെ ഇലക്കറികളെല്ലാം എടുത്ത് സീഷോക്ക് കൊടുക്കുന്നുണ്ട്. സീഷോ പറയുന്നുമുണ്ട്, എനിക്ക് ഇലക്കറികളെല്ലാം ചിക്കനേക്കാളും ഇഷ്ടമാണ്. അത് ജിജിയാന് ചിക്കൻ കഴിക്കാൻ വേണ്ടിയാണ് സീഷോ അതെല്ലാം പറഞ്ഞത്. ലിങ്ങിൻ്റെ ഫാമിലി അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ലിങ്ങിൻ്റെ അമ്മ ജിജിയാന് കൊടുത്ത ഫോട്ടോ എടുത്തു വന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത് ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് ഞാൻ വേസ്റ്റ് ബിന്നിലെടുത്തതല്ലേ, നീ എന്തിനാ അവിടെ നിന്ന് എടുത്തത്? ഇതെല്ലാം പറഞ്ഞിട്ട് ലിങ്ങിനെ എടുത്ത് അടിക്കുകയാണ് ലിങ്ങിൻ്റെ അമ്മ. ഇത് കണ്ട് അച്ഛൻ ലിങ്ങിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ഇട്ട് ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോഴും ലിങ്ങിൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകൾ മരിക്കാൻ കാരണം നിങ്ങളും ലിങ്ങുമാണ്. നിങ്ങളെ ഞാൻ ഇങ്ങനെ തന്നെ ഉപദ്രവിക്കുക തന്നെ ചെയ്യുമെന്നെല്ലാം ലിങ്ങിൻ്റെ അമ്മ പറയുന്നുണ്ട്.
അങ്ങനെ സ്കൂൾ കഴിഞ്ഞു വരുന്ന ജിജിയാനും ലിങ്ങും കാണുന്നത് ലിങ്ങിൻ്റെ അമ്മ ലഗേജുമെടുത്ത് എവിടേക്കോ പോകുന്നതാണ്. അങ്ങനെ ലിങ്ങിന് വളരെ സങ്കടമാവുകയാണ്. ജിജിയാൻ ചോദിക്കുന്നുമുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ മകനെ എനിക്ക് തരുമോ എൻ്റെ ചേട്ടനായി? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എടുത്തോ, എനിക്ക് അവനെ ഇനി വേണ്ട. ഇതെല്ലാം കേൾക്കുമ്പോൾ ലിങ്ങിന് വളരെയധികം സങ്കടമാവുകയാണ്. തൻ്റെ അമ്മ അവനെ വിട്ട് ഇവിടുന്ന് പോകുന്നതിൽ വളരെയധികം സങ്കടമാണ് ലിങ്ങിനുണ്ടാകുന്നത്. പക്ഷേ ജിജിയാന് വളരെയധികം സന്തോഷവും. കാരണം ജിജിയാന് ഒരു ചേട്ടനെ കിട്ടുകയാണ്. അതിൻ്റെ സന്തോഷമായിരുന്നു ജിജിയാന്. അന്ന് രാത്രി ലിങ്ങിൻ്റെ അച്ഛൻ ജിജിയാൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് ലിങ്ങിനെ വിളിക്കൂ, ഞങ്ങൾ പോയി കിടക്കാം എന്നെല്ലാം പറയുമ്പോൾ ജിജിയാൻ്റെ അച്ഛൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ലിങ്ങും സീഷയും ജിജിയാനും കൂടി അവിടെ കിടന്ന് ഉറങ്ങിയത്. ഇതെല്ലാം കഴിഞ്ഞ് ലിങ്ങിൻ്റെ അച്ഛനും ജിജിയാൻ്റെ അച്ഛനും കൂടി ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. ഇനി 11 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ജിജിയാൻ്റെ അച്ഛൻ അവർക്ക് 3 പേർക്കും കഴിക്കാനായി ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ജിജിയാൻ എണീച്ച് ബാത്റൂമിലേക്ക് പോകുന്നത്. അപ്പോഴാണ് സീഷോ സാധനങ്ങളെല്ലാം വാങ്ങി വരുന്നത്. ലിങ്ങിനെ വിളിക്കാൻ ജിജിയാൻ്റെ അച്ഛൻ സീഷോയോട് പറയുന്നുണ്ട്. സീഷോ ഒന്ന് മേലെ തട്ടിയിട്ടാണ് ലിങ്ങിനെ വിളിക്കുന്നത്. എന്നിട്ട് ജിജിയാനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമോ? ജിജിയാൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇപ്പോൾ ഒന്നും ഇറങ്ങില്ല, നീ അവിടെ നിൽക്ക് എന്നെല്ലാം പറഞ്ഞപ്പോൾ സീഷോ ലിങ്ങിൻ്റെ അടുത്തേക്ക് മേലേക്ക് പോവുകയായിരുന്നു. ആണ് ലിങ് പറയുന്നത്, ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നുണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കരുതെന്ന് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ടിഷ്യൂ എടുത്തു കൊണ്ടുപോവുകയാണെന്ന് ലിങ് പറയുന്നുണ്ട്. നീ എടുത്തു കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ലിങ്ങിന് അത് കാണിച്ചു കൊടുക്കുകയാണ്. ലിങ് അത് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയാണ്. സീഷോയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ ഇരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോകാനിരിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അടിയുണ്ടാക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, ജിജിയാനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അവൾ എന്താ ചെയ്യുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങളൊന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ ജിജിയാനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നെല്ലാം സീഷോയോടും ലിങ്ങിനോടും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ജിജിയാൻ അവിടെ വന്ന് നിൽക്കുന്നത്. ജിജിയാൻ അച്ഛനോട് പറയുന്നുണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കേണ്ട, എന്നെ ഞാൻ തന്നെ ശ്രദ്ധിച്ചുകൊള്ളും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിൽ 2nd എപ്പിസോഡ് ഇവിടെ തീരുന്നത്.